ലോട്ടറി ക്ഷേമനിധി തട്ടിപ്പിൽ കണക്കുകൾ പുറത്ത് 2018 ഏപ്രിൽ 14-ന് 63.51 ലക്ഷം രൂപ ക്ലർക്ക് സംഗീത് ക്ഷേമനിധി അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചു. 15 ലക്ഷം രൂപ സംഗീത് സ്വന്തം അക്കൗണ്ടിലേക്കും മാറ്റി. 58 ചെക്കുകളിലൂടെ 1.14 കോടി രൂപയും തട്ടിയെടുത്തു. ബോർഡുമായി ബന്ധമില്ലാത്ത സുനിൽ എന്നയാളുടെ പേരിലും 1 കോടി രൂപ തട്ടി. അക്കൗണ്ട് മാറിയിട്ടും പഴയ അക്കൗണ്ടിൽ പണം എത്തിയത് എങ്ങനെയെന്ന ചോദ്യത്തിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് ക്ഷേമനിധി ബോർഡ്. ലോട്ടറി ക്ഷേമനിധി തട്ടിപ്പിൽ ആഭ്യന്തര അന്വേഷണ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇതുവരെ കണ്ടെത്തിയ പണമിടപാടുകൾ സംബന്ധിച്ച കണക്കുകൾ ഉൾപ്പെട്ടിരിക്കുന്നത്. 2018 ഏപ്രിൽ 14-ന് 63.51 ലക്ഷം രൂപ ക്ലർക്ക് സംഗീത് ക്ഷേമനിധി അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചതാണ് ഇപ്പോൾ പുറത്തു വന്നവയിലെ ആദ്യ തട്ടിപ്പ്. തുടർന്ന് 15 ലക്ഷം രൂപ സംഗീത് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി. 1.14 കോടി രൂപയാണ് 2018-19 കാലയളവിൽ മാത്രം 58 ചെക്കുകളിലൂടെ തട്ടിയെടുത്തത്. ക്ഷേമനിധി ബോർഡുമായി ബന്ധമില്ലാത്ത സുനിൽ എന്നയാളുടെ പേരിലും 1 കോടി രൂപ തട്ടിയെടുത്തു. തട്ടിപ്പ് കാലയളവിൽ 2018 ഓഗസ്റ്റിൽ ക്ഷേമനിധി ബോർഡിന്റെ അക്കൗണ്ട് SBIയിൽ നിന്നും ഫെഡറൽ ബാങ്കിലേക്ക് മാറ്റിയിരുന്നു. ഇതിനുശേഷവും SBI അക്കൗണ്ടിലേക്ക് പണം എത്തിയിരുന്നതായും ആഭ്യന്തര അന്വേഷണ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചെന്ന ചോദ്യത്തിന് ക്ഷേമനിധി ബോർഡിനും മറുപടിയില്ല. ഈ പണമാണ് പലപ്പോഴായി സംഗീത് തട്ടിയെടുത്തത്. ഏപ്രിൽ 14-നാണ് ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത്. സംഗീതടക്കം 7 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും ശുപാർശ ചെയ്ത റിപ്പോർട്ടിൽ പക്ഷേ സർക്കാർ ഇതുവരെ തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.